G7 സമ്മിറ്റിലേക്ക് പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ച് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ആ ക്ഷണം സ്വീകരിക്കുകയും പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി G7 സമ്മിറ്റിയിലേക്ക് ക്ഷണിച്ച നടപടിയെ ഖാലിസ്ഥാൻ പ്രതികൂലിക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാനഡയിൽ കാലുകുത്തിക്കില്ല എന്നിങ്ങനെയായിരുന്നു ഖാലിസ്ഥാൻ അനുകൂലികൾ പൊതുവേദിയിൽ പ്രസംഗിച്ചത്. അതേസമയം മാർക്ക് കാർണിയെ വിമർശിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. ജൂൺ 15 മുതൽ 17 വരെ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനു മുൻപേ പ്രധാനമന്ത്രി സൈപ്രസിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി മോദിയുടെ സൈപ്രസ് സന്ദർശനം എന്തായാലും തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗൻ പിരിമുറുക്കം വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് സ്വാഭാവികമാണ്. കാരണം തുർക്കിയിലും സൈപ്രസും തമ്മിലുള്ള തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തുർക്കിയുടെ തെക്ക്, സിറിയയുടെ പടിഞ്ഞാറ്, ഇസ്രയേലിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലെ സ്ഥിതി ചെയ്യുന്ന ഒരു മെഡിറ്ററേനിയൻ ദ്വീപാണ് സൈപ്രസ്. സൈപ്രസിൽ തുർക്കി ഗ്രീക്ക് സമൂഹങ്ങൾ താമസിക്കുന്നു. അവർക്കിടയിൽ വംശീയ തർക്കമുണ്ട്. ഗ്രീക്ക് പോരാളികളുടെ അട്ടിമറിക്ക് ശേഷം 1974 തുർക്കി സൈപ്രസിൻ്റെ വടക്കൻ ഭാഗം ആക്രമിച്ചതോടെയാണ് തുർക്കിയും സൈപ്രസും തമ്മിലുള്ള തർക്കം ആരംഭിച്ചത്. ഈ സംഭവത്തിന് ശേഷം സൈപ്രസ് 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിലൊന്ന് ഗ്രീക്ക് സൈപ്രസ് സർക്കാരും മറ്റൊന്ന് തുർക്കി സൈപ്രിയോട്ടുകളുമാണ് നിയന്ത്രിക്കുന്നത്. എന്നിരുന്നാലും ഗ്രീക്ക് സൈപ്രിയറ്റ് സർക്കാർ ഭരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. മറുവശത്ത് തുർക്കി സൈപ്രിയോട്ടുകൾ അവരുടെ പ്രദേശത്തിന് സ്വയം പ്രഖ്യാപിത രാഷ്ട്രത്തിൻ്റെ പദവി നൽകിയിട്ടുമുണ്ട്. ഇത് തുർക്കി മാത്രം അംഗീകരിച്ചതാണ്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഇന്ത്യയും സൈപ്രസും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. പുതിയ വ്യാപാര കരാറുകൾ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈപ്രസും ബ്രഹ്മോസ് അടക്കമുള്ള പുതിയ മിസൈലുകൾ വാങ്ങിക്കാനുള്ള കരാറുകൾ ഉണ്ടായേക്കാം എന്ന സൂചനയുമുണ്ട്. കാരണം തുർക്കിയുമായി നിലനിൽക്കുന്ന സൈപ്രസിൻ്റെ തർക്കം തന്നെയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം സൈപ്രസിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തുർക്കിയുമായി ഇന്ത്യക്കിപ്പോൾ നല്ലൊരു ബന്ധം അല്ല എന്ന് വേണം പറയാൻ. തുർക്കി കമ്പനിയായ സെലബിയെ വരെ ഇന്ത്യൻ എയർപോർട്ടുകളിൽ നിന്ന് വിലക്കിയിരുന്നു. അതുപോലെ നിരവധി ഇന്ത്യക്കാർ തുർക്കിയും അസർബൈജാനും പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തിരുന്നു. തുർക്കി ഭൂകമ്പം പോലുള്ള ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ ആദ്യം സഹായഹസ്തം നീട്ടിയത് ഇന്ത്യയാണ്. വെറും 12 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തുർക്കിയിൽ ദുരിതാശ്വാസ സാമഗ്രികളും രക്ഷാസംഘവും എത്തിച്ചു. ഇന്ത്യ 3 NDRF ടീമുകളെ തുർക്കിയിൽ വിന്യസിച്ചു. എന്നാൽ ഈ സഹായത്തിന് മറുപടിയായി തുർക്കി ഇന്ത്യയോട് എന്താണ് ചെയ്തതെന്ന് ലോകം കണ്ടു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു. തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ച് പരസ്യമായ പ്രസ്താവനകൾ നൽകുക മാത്രമല്ല, ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാന് ഡ്രോണുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും നൽകിയിട്ടുമുണ്ട്. തുർക്കിയുടെ ഈ നടപടിക്കെതിരെ രാജ്യമെമ്പാടും എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ തുർക്കിയെ വളയാൻ ഇന്ത്യയും ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ.